അതിനു മുമ്പായി നാസർ ഫൈസി കൗടത്തായി നമ്മോട് സംസാരിക്കുന്നതാണ് അധ്യക്ഷൻ ക്ഷണിക്കുന്നു. 2 വിവരം പറയാനുണ്ട്. ആദർശ സമ്മേളനം വെട്ടിക്കാട്ട് ചുങ്കത്ത് ജനുവരി 22 വെള്ളിയാഴ്ച അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഖത്തർ പന്തല്ലൂര്. ആദർശ സമ്മേളനം പുൽപ്പറ്റയില് ജനുവരി 29 വെള്ളിയാഴ്ച അബ്ദുസമദ് പൂക്കോട്ടൂര് മുഹമ്മദ് രാമന്തലി. അടുത്ത തിങ്കളാഴ്ച 25-ാം തീയതി ഉലമ ഉമറ ക്യാമ്പ് ജയശ്രീ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട്. ബന്ധപ്പെട്ട ആളുകളൊക്കെ പങ്കെടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, ബഹുമാന്യ മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വളരെ വൈകിയാണ് നമ്മുടെ പ്രയാണം നടത്തുന്നത്. കൊണ്ടോട്ടി സ്വീകരണം കഴിഞ്ഞുകൊണ്ട് ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. ഇന്ന് കൽപ്പറ്റയിൽ നിന്ന് പ്രയാണം നടത്തി നീലഗിരി ജില്ലയിൽ ഗൂഡല്ലൂർ പ്രദേശത്തെ സ്വീകരണം കഴിഞ്ഞ് നാടുവാണി ചുരം ഇറങ്ങിക്കൊണ്ട് നിലമ്പൂരിലും അരീക്കോട്ടും കൊണ്ടോട്ടിയും കഴിഞ്ഞ് ഈ പൊതുസമ്മേളനത്തോടുകൂടി ഇന്നത്തേത് ഇവിടെ സമാപിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ മഹാനായ പാലക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളിൽ നിന്ന് പതാക ഏറ്റുവാങ്ങി 2 യാത്രകളും തമിഴ്നാട്ടിൽ നിന്നും ഒന്ന്, കർണാടകയിൽ നിന്ന് മറ്റൊന്നുമായി പ്രയാണം തുടങ്ങി പിന്നിട്ട വഴികളിൽ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ പ്രയാണം നടത്തുകയാണ്. കേരളത്തിൽ ഒരുപക്ഷെ ഇതുപോലൊരു യാത്ര കണ്ടിട്ടുണ്ടാവില്ല. ഏറെ അച്ചടക്ക ബോധത്തോടുകൂടി, ജനസ്വാധീനത്തോടുകൂടി, ജനാംഗീകാരത്തോടുകൂടി ഈ യാത്ര തുടരുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജനപ്പെരുപ്പം വീണ്ടും വർദ്ധിക്കുകയാണ്. അല്ലാഹുവൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പ്രസ്ഥാനത്തിന് ഈ സമൂഹം നൽകുന്ന അംഗീകാരമാണ് അത് മനസ്സിലാക്കി തരുന്നത്. 90 വർഷം ഈ സംഘടന പിന്നിട്ടു വാർദ്ധക്യ സഹജമായ യാതൊരു ബലഹീനതയുമില്ലാതെ എന്നും 16 എന്ന വിധത്തിലുള്ള യുവത്വത്തിന്റെ പ്രസരിപ്പോടുകൂടി ഈ സംഘടന അതിന്റെ ആശയത്തിന്റെ കാതലും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് ഗമിക്കുകയും പ്രസ്ഥാനത്തിന്റെ കാലികത തീരുമാനിക്കുന്നത് അതിന്റെ വയസ്സല്ല. ആ പ്രസ്ഥാനം ഏതൊരു സമയത്താണോ അന്വേഷണ വിധേയമാക്കുന്നത് അന്നത് കാലികമാണോ എന്ന് നോക്കിക്കൊണ്ടാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 90 വർഷം കഴിഞ്ഞാലും 90 നൂറ്റാണ്ട് തന്നെ കഴിഞ്ഞാൽ പോലും സമസ്തയുടെ പ്രസക്തി വർദ്ധിക്കുക തന്നെ ചെയ്യും. കാരണം പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന ഇസ്ലാമിന്റെ പരിപ്രേക്ഷ്യം അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇസ്ലാം പ്രസക്തമാണോ? സമസ്ത പ്രസക്തമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നുകൊണ്ട് ഇസ്ലാമിനെ കണ്ട് പഠിച്ച സ്വഹാബത്തിനെ റോൾ മോഡലായി സ്വീകരിച്ച സമൂഹം, താബികളുടെയും തബഉ താബികളുടെയും പിന്തുടർച്ചയിൽ പൈതൃകത്തെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് നാളിതുവരെ തുടർന്നു പോകേണ്ട ഇസ്ലാമിന്റെ പാത, അത് തുടരാൻ ഒരു സംഘടന നിയുക്തമായി ഇതിനെതിരെ വരുന്ന ആശയങ്ങളെ തടഞ്ഞു മാറ്റി ഇസ്ലാമിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന ബാധ്യത മാത്രമേ സമസ്ത ഏറ്റെടുത്തിട്ടുള്ളൂ. പുതിയതായ ഒരു ആശയത്തെ പറയാൻ നിരക്കപ്പെട്ടില്ല. തൗഹീദിനോ ഇബാദത്തിനോ ഒരു ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾക്ക് ഒരു നിർവചനം പോലും സമസ്ത പറഞ്ഞിട്ടില്ല. മഹാന്മാരായ പൂർവ്വസൂരികളായ ആലിമീങ്ങൾ, സലഫസ്വാമികൾ നമ്മോട് പഠിപ്പിച്ചു തന്ന നിർവചനം ഏതെന്നോ അത് പ്രചരിപ്പിക്കുക മാത്രമേ സമസ്ത ചെയ്തിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഇത് യാഥാസ്ഥിക സംഘടനയാണ്. യാഥാസ്ഥികത്വം എന്ന് പറയുമ്പോഴേക്കും ചൂളിപ്പോകുന്നവരല്ല സുന്നി. യാഥാസ്ഥികന്മാർ തന്നെയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സമസ്തയുടെ ആലിമീങ്ങൾ. പക്ഷെ സമസ്തയ്ക്ക് നേരെ കഴിഞ്ഞ നാളുകളിൽ ഇടയ്ക്കിടയ്ക്ക് ചില ആളുകളുടെ പ്രഭാഷണങ്ങളിൽ തോന്നിപ്പിക്കുന്ന ചില ധ്വനികളുണ്ട്.
കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ട് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ്. ഇംഗ്ലീഷ് ഭാഷ ഹറാമാണ് എന്ന് പറഞ്ഞവരാണ്. തുടങ്ങി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേരെ ഇല്ലാത്ത ആരോപണങ്ങളും ഉള്ള ആരോപണങ്ങൾ പെരുപ്പിച്ചും ഉള്ള കാര്യങ്ങൾ തെറ്റാക്കി വ്യാഖ്യാനിച്ചും സംഘടനയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. സംഘടനയുടെ വളർന്നു വന്ന് സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ ഡിഗ്രിയും അതിന് ആവശ്യമായ രൂപത്തിലൊക്കെ വാങ്ങി വന്നവർ ഞാൻ ആളായി എന്ന് കണ്ട സന്ദർഭത്തിൽ പച്ചയ്ക്ക് ഇസ്ലാമിനെ സമസ്തയെ തള്ളിപ്പറയുന്നവരുണ്ട്. സമസ്ത ബ്രിട്ടീഷ് ചാര സംഘടനയാണ്, ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി നിന്ന സംഘടനയാണ് എന്നൊക്കെ പറയുന്നതാണ്. ഞാൻ മഞ്ചേരിക്കാരോട് പ്രത്യേകിച്ചൊക്കെ പറയേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത നിലപാടുകൾ ആ കാലഘട്ടത്തിൽ അത് കാലോചിതമാണ്. കറുത്ത ബോർഡിൽ വെള്ളച്ചോക്ക് കൊണ്ട് എഴുതാൻ പാടില്ല എന്ന് സുന്നി ഉലമാക്കൾ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാലത്തോട് ആവശ്യം മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വൃദ്ധന് കൊണ്ടുപോയി കൊടുത്ത മാംസം കഴിച്ചപ്പോൾ പിന്നീട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെട്ടു. അദ്ദേഹത്തോട് ആരോ പറഞ്ഞു അത് അങ്ങയുടെ ഭൃത്യൻ ജ്യോത്സ്യപ്പണി ചെയ്തിട്ട് കിട്ടിയ വേതനം കൊണ്ട് വാങ്ങിയതാണ് ആ മാംസം. അറിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ടവർ വായിൽ കൈയിട്ടുകൊണ്ട് അത് ഛർദ്ദിച്ചു കളഞ്ഞു. അത് തെറ്റായ ഒരു ഹറാമായ പണി ചെയ്തത് കൊണ്ടല്ല, അതിനാണ് ഇസ്ലാം പറയുന്നത് സൂക്ഷ്മത. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ബത്തക്ക തിന്നാറുണ്ടായിരുന്നില്ല, ചരിത്രം പറയും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ബത്തക്ക തിന്നത് എന്നറിയാത്തത് കൊണ്ട് അദ്ദേഹം അത് ഉപേക്ഷിച്ചു. അത് സൂക്ഷ്മതയാണ്. ബഹുമാനപ്പെട്ട സ്വഹാബത്തും താബികളും തബഉ താബികളും സൂക്ഷ്മതയ്ക്ക് വേണ്ടി എടുത്ത നിലപാടുകൾ അതിലെ കർമ്മശാസ്ത്രത്തിന്റെ വിധിവിലക്കുകളെ നോക്കിക്കൊണ്ടല്ല തിട്ടപ്പെടുത്തേണ്ടത്. നമ്മുടെ യാത്ര ബഹുമാനപ്പെട്ട മഹാനായ കൂട്ടമൻ ഉസ്താദ് നയിച്ചുകൊണ്ടിരിക്കുന്ന യാത്ര നമ്മുടെ പ്രദേശത്തേക്ക് വന്ന് ചേർന്നിരിക്കുകയാണ്. നൂറുകണക്കിന് വിഹായ വളണ്ടിയർമാരുടെ അകമ്പടിയോടുകൂടി ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ പിന്തുണയോടുകൂടി നമ്മുടെ യാത്ര പിന്നിട്ട് വഴിപ്പാതകളിൽ ഒരുപാട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കടന്നു വരുന്നത്. ഈ പ്രസ്ഥാനത്തെ ഒരാൾക്കും തകർക്കാൻ കഴിയില്ല എന്നും ഇതിന് പകരം വെക്കാൻ ഈ കേരള മണ്ണിൽ ഒരു സംഘടന പോലും ഇന്നേ വരെ ജനിച്ചിട്ടില്ല എന്നും കാണിക്കത്തക്ക രൂപത്തിലാണ് രണ്ട് ഭാഗത്തും കേന്ദ്രീകരിച്ചുകൊണ്ട് സമസ്തയുടെ യാത്ര. ഒരർത്ഥത്തിൽ ഈ യാത്ര വെള്ളാപ്പള്ളി നടേശൻ എന്ന കറുത്ത പുള്ളി മലിനമാക്കിയ ഈ മണ്ണിനെ ശുദ്ധീകരിക്കാൻ കൂടിയാണ്. എരിയുന്ന തീയിലായി കുരുത്തതാണ് സമസ്ത, എരിയുന്ന തീയിലായി കുരുത്തതാണ് സമസ്ത. എതിരാടി വന്നവന്റെ വമ്പ് തീർത്തു സമസ്ത, എതിരാടി വന്നവന്റെ വമ്പ് തീർത്തു സമസ്ത. എരിയുന്ന തീയിലായി കുരുത്തതാണ് സമസ്ത, എരിയുന്ന തീയിലായി കുരുത്തതാണ് സമസ്ത. എതിരാടി വന്നവന്റെ വമ്പ് തീർത്തു സമസ്ത, എതിരാടി വന്നവന്റെ വമ്പ് തീർത്തു സമസ്ത. വരക്കൽ മുല്ലക്കോയ തങ്ങൾ തന്ന ദാനമേ, പിൻഗാമി ശംസുൽ ഉലമയോര് തീർത്ത ദീപമേ, ഉസ്താദ് കണ്ണിയ തുരത്ത സത്യമാർഗമേ, ഉസ്താദ് കണ്ണിയ
ഉശിരോടെ നാട്ടികയിൽ നമ്മൾ കണ്ട ശൗര്യമേ, ഉശിരോടെ നാട്ടികയിൽ നമ്മൾ കണ്ട ശൗര്യമേ. എരിയുന്ന തീയിലായി കുരുത്തതാണ് സമസ്ത, എരിയുന്ന തീയിലായി കുരുത്തതാണ് സമസ്ത. എതിരാടി വന്നവന്റെ വമ്പ് തീർത്തു സമസ്ത, എതിരാടി വന്നവന്റെ വമ്പ് തീർത്തു സമസ്ത. കരകളഞ്ഞ കൽബുമായി നയിച്ച താരമേ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെന്ന പുഷ്പമേ. കോട്ടുമലയും കേസിയോരും കേട്ടിയുസ്താദും, കോട്ടുമലയും കേസിയോരും കേട്ടിയുസ്താദും. നെഞ്ചിലേറ്റി ഓമനിച്ച പുണ്യ സമസ്ത, നെഞ്ചിലേറ്റി ഓമനിച്ച പുണ്യ സമസ്ത. എരിയുന്ന തീയിലായി കുരുത്തതാണ് സമസ്ത, എരിയുന്ന തീയിലായി കുരുത്തതാണ് സമസ്ത. എതിരാടി വന്നവന്റെ വമ്പ് തീർത്തു സമസ്ത, എതിരാടി വന്നവന്റെ വമ്പ് തീർത്തു സമസ്ത. ഒലിവേറും മൗലിയാവിൻ കർമ്മവീതി സമസ്ത, പകലന്തി മുസൽമാന് വഴി കാട്ടി സമസ്ത. പരവണ്ണയോരും കുതുബിയും വളർത്തി സമസ്ത, പരവണ്ണയോരും കുതുബിയും വളർത്തി സമസ്ത. പരിശുദ്ധ സയ്യിദാക്കൾ അണിനിരന്ന സമസ്ത, പരിശുദ്ധ സയ്യിദാക്കൾ അണിനിരന്ന സമസ്ത. എരിയുന്ന തീയിലായി കുരുത്തതാണ് സമസ്ത, എരിയുന്ന തീയിലായി കുരുത്തതാണ് സമസ്ത. എതിരാടി വന്നവന്റെ വമ്പ് തീർത്തു സമസ്ത, എതിരാടി വന്നവന്റെ വമ്പ് തീർത്തു സമസ്ത. ജീവിതമാലെ ഉമ്മത്തിന് മാതൃക കാട്ടി ചൊരന്തതായി നാട്ടിൽ നിന്ന് തുരത്തി. ആയിദുൽ കൗമും PMSA തങ്ങളുമന്ന്, ആയിദുൽ കൗമും PMSA തങ്ങളുമന്ന്. മുസൽമാന്റെ കൽബിലാത്മീയ കടൽ തിരയായി, മുസൽമാന്റെ കൽബിലാത്മീയ കടൽ തിരയായി. എരിയുന്ന തീയിലായി കുരുത്തതാണ് സമസ്ത, എരിയുന്ന തീയിലായി കുരുത്തതാണ് സമസ്ത. എതിരാടി വന്നവന്റെ വമ്പ് തീർത്തു സമസ്ത, എതിരാടി വന്നവന്റെ വമ്പ് തീർത്തു സമസ്ത. ഈ പൂക്കൾ ഗന്ധമേകിടും പൂവാടി സമസ്ത, ഈ ഔലിയാക്കളെന്നും കൽബിൽ കാത്ത സമസ്ത. അമരത്ത് പാണക്കാടിൻ പൂക്കളുണ്ട് സോദരേ, അമരത്ത് പാണക്കാടിൻ പൂക്കളുണ്ട് സോദരേ. പടയൊത്ത് ചേരു ഈ സമസ്ത കീഴിൽ സോദരേ. എരിയുന്ന തീ ആരാ ഞങ്ങളെ വിളിച്ചുറപ്പിയത്? കബറിന്റെ അകത്തിരുന്നെഴുന്നേക്കുന്ന ദുർമാർഗികൾ ചോദിക്കുമത്രേ. വ്യഭിചരിച്ച കള്ളുകുടിച്ച പൈസ കൈയിട്ട് വാരിയ പൊതുമുതൽ അപഹരിച്ച പള്ളിയിൽ കയറാതെ ദീനനുസരിക്കാറ് ആർഭാടത്തോടെ ആത്മീയതയെ നശിപ്പിച്ച് ജീവിച്ച കാട്ടാളന്മാര് ഖബറിന്റെ അകത്തിലും എഴുന്നേക്കുമ്പോ അവർ ചോദിക്കുന്നു, യാ വൈലനാമം ഭാഷന നിമ്മർക്കതിന, ആരാണ് ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയത്? ലഭിതങ്ങളോട് സഹാബികൾ ചോദിക്കുന്നു, നബിയേ അവര് ഖബറിന്റെ അകത്ത് ഉറങ്ങുകയായിരുന്നു. ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഭാഗം ശ്രദ്ധിച്ചോ. ഖബർ സംവിധാനം ക്ലാസ് റൂം ആകാൻ വേണ്ടി ചാനകത്തെ പറയുന്നത് ആ ചാനകത്തിന്റെ കൂടെ നിൽക്കുന്നു. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കാഴ്ചപ്പാട്.
ഈ രൂപത്തിലുള്ള ഒട്ടേറെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സ്ത്രീ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് ഭാഷ എന്നതൊക്കെ ഇന്ന് ചിലർ അബദ്ധത്തിൽ സമസ്തക്ക് നേരെ പറയുന്നത്. സമകാലികമായി ആ കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ശരിയായിരുന്നു, ആവശ്യമായിരുന്നു എന്ന് ബോധ്യപ്പെടും. ബഹുമാനപ്പെട്ട ശൈഖുനാ കോട്ടുമല ടി.എം. ബാപ്പു മുസ്ലിയാർ നയിക്കുന്ന സന്ദേശയാത്ര നമ്മുടെ ഈ പ്രദേശത്ത്, ഈ മഞ്ചേരി പ്രദേശത്തേക്ക് എത്തിച്ചേരുകയാണ്. ഒന്ന് വഴിമാറി കൊടുത്ത് ബഹുമാനപ്പെട്ട ഉസ്താദുകൾക്ക് മറ്റ് ഉസ്താദുമാർക്കും നമ്മുടെ വേദിയിലേക്ക് കടന്നു വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ആർത്തിരച്ചു വരുന്ന അലമാലകളെ തന്റെ വിരൽതമ്മ കൊണ്ട് നിയന്ത്രിച്ച സ്വാഹുബിൽ കരക്കലുകളുടെ ഭയക്കൊണ്ട് ബീജാപാപം ചെയ്ത സുന്നി കൗരളിന്റെ ആധികാരിക പരമോന്നത പദപണ്ഡിത സഭ സമസ്ത കേരള ജമീയത്തിൽ ഉടമയുടെ കരുത്തലായ സെക്രട്ടറി, കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഷൈഖുനാ കോട്ടുമല ടി.എം. ബാപ്പു മുസ്ലിയാർ നയിക്കുന്ന സമസ്ത കേരള ജമീയത്തിൽ ഉടമയുടെ സന്ദേശയാത്ര ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, لا إله إلا الله، الله أكبر، الله أكبر ولله الحمد. എല്ലാവരും സഹകരിക്കുക. ഇവിടെ പരിപാടി ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ യാത്ര ഇന്നത്തെ ദിവസം സമാപിക്കുക. സമസ്ത കേരള ജമീയത്തുലമയെ മുൻപ് ആലിമീങ്ങൾ ത്യാഗം ചെയ്ത് കെട്ടിപ്പടുത്തതാണ്. അപ്രകാരം തന്നെയാണ് ഇന്നത്തെ യാത്ര വിലയിരുത്തുന്ന സമയത്ത് ശാരീരികമായ ക്ഷീണം പോലും വകവെക്കാതെ ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് ഞങ്ങളെല്ലാവരും ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണത്തിന്റെ പ്രശ്നമല്ല, ഒരുപാട് യാത്രകൾ ചെയ്ത് താമരശ്ശേരിയിൽ പുറപ്പെട്ടു. കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, നീലഗിരി ജില്ല, അങ്ങനെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്ഥലം കഴിഞ്ഞ് എടുത്തിരിക്കുകയാണ്. ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഓടിയെത്തുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് എല്ലാ സ്ഥലത്തും ഒരുമിച്ച് കൂടുന്നത്. അവിടൊക്കെ നമ്മുടെ പ്രഗത്ഭരായ പ്രഭാഷകന്മാർ, പ്രവസികന്മാർ ഇതേപോലെ തന്നെ തെക്കഞ്ഞാലത്തിലും യാത്ര നടത്തുകയാണ്. ഇതേ അളത്തത്തിലും ഇതേ തൂക്കത്തിലും. അവിടൊക്കെ വലിയ പ്രസംഗന്മാരായ ഉസ്താദുമാർ. നീണ്ടൊരു പട തന്നെ ഇന്ന് നമുക്കുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് 90 വർഷം കഴിഞ്ഞ് സമസ്തകളുടെ ജനത്തെ ഇന്ന് വിലയിരുത്തുമ്പോൾ ഇതുപോലെ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ചതായിക്കൊണ്ട് കണ്ടെത്തുക സാധ്യമല്ല. ഇന്നലെ കോൺഗ്രസിന്റെ KPCCയുടെ സെക്രട്ടറിയായ സുബ്രഹ്മണ്യൻ മൂന്നിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, കേരളത്തിലെ മുസ്ലിമുകൾ 90% സമസ്തക്കാരാണ് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. മറ്റൊരു കേവലം നാട്യവും പ്രകടനവും മാത്രമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെ കൂടെ ഇന്ന് യാത്ര ചെയ്ത ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ അവരൊക്കെ ഇവിടെയുണ്ട്. ഉസ്താദ് തുടങ്ങിയ ആ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ കൂടെ നടന്നിട്ടുള്ള ബഹുമാന്യരായ ഉലമാക്കൾ. നമ്മുടെ യാത്രയുടെ നായകൻ ബഹുമാനപ്പെട്ട കോട്ടുമല ടി.എം. ബാപ്പു മുസ്ലിയാരാണ്. എല്ലാവർക്കും അറിയാം, എണ്ണയിട്ട യന്ത്രം പോലെ ഇന്ന് അദ്ദേഹം ബന്ധപ്പെട്ട എല്ലാ സംഘടനയും പ്രസ്ഥാനവും സ്ഥാപനവും ചലിപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ബദ്ധശ്രദ്ധനാണ്. ഒരു കാര്യത്തിൽ സുപ്രഭാതം പത്രം ഇന്നത്തെ നിലയിലെത്താൻ കാരണം സുപ്രഭാതത്തിന്റെ ഓരോ പേജും എങ്ങനെ ഇറങ്ങണം, ഓരോ മെഷീനും എങ്ങനെ വാങ്ങണം എന്ന് തുടങ്ങി ഒരു മുട്ടുസൂചി വാങ്ങുന്നത് പോലും സ്വബോധത്തോടെയും ഇടപെടലോടുകളും നടത്തിക്കൊണ്ട് സുപ്രഭാതത്തെ കേവലം ഒരു ചെയർമാൻ പദവിയിൽ മാത്രമല്ല, സുപ്രഭാത പത്രത്തിന്റെ A-Z ഇന്ന് ബഹുമാനപ്പെട്ടവർക്കറിയാം. പത്രക്കാർക്ക് പോലും അറിയാൻ കഴിയില്ല ഈ വിഭാഗം പത്രത്തെ എങ്ങനെ നടത്തണമെന്ന്. അതുപോലെ നിർദ്ദേശിക്കാവുന്ന കഴിവ് ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ.
എഞ്ചിനീയറിംഗ് കോളേജിന്റെ വിഷയത്തിലാണെങ്കിലും നമ്മുടെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ പദവിയിലായിരുന്നാലും ഈ സംഘടനയുടെ നമ്മുടെ സമസ്ത ലഭ്യത്തിനുടെ സെക്രട്ടറി പദവിയിലും വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി പദവിയിലും എന്ന് വേണ്ട ഈ സമ്മേളനത്തിന്റെ ജനറൽ കൺവീനർ സ്ഥാനത്തുകൊണ്ടൊക്കെ എല്ലാ മേഖലയിലും എല്ലാ സമയത്തും തന്റെ വാർദ്ധക്യം വകവെക്കാതെ അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തിനെ കൊടുക്കുമാറാകട്ടെ. അദ്ദേഹമാണ് നമ്മുടെ യാത്രയുടെ നായകൻ. ഉപനായകനാണ് ബഹുമാനപ്പെട്ട PP ഉമർ മുസ്ലിയാർ. ഒരു വൈസ് ക്യാപ്റ്റനാണ്. ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെ കൂടെ തുടക്കത്തിലെ ഇതുവരെ അദ്ദേഹത്തിന്റെ സഹയാത്രികനായി ഉണ്ടായിട്ടുണ്ട്. യാതൊരു വിഷമവും തോന്നിക്കാത്ത വിധത്തിൽ നല്ല സ്ഫുടം ചെയ്ത മലയാളത്തോടും സംസാരിച്ച് ഗാംഭീര്യം സ്ഫുരിക്കുന്ന ഇടപെടലുകളോട് നടത്തിക്കൊണ്ട് ആളുകളുടെ മുമ്പിൽ ശ്രദ്ധാലുവായ ബഹുമാനപ്പെട്ട കേന്ദ്ര മുഷാവറ മെമ്പർ കൂടിയാണ് മഹാനായ നമ്മുടെ കണ്ണൂർ ജില്ലക്കാരനായ ഉമർ മുസ്ലിയാർ അവർക്ക്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. യാത്രയിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ കാളാബ് സയ്യിദ് അൽ മുസ്ലിയാർ. അദ്ദേഹം അബുദാബിയിൽ നിന്ന സന്ദർഭത്തിൽ അബുദാബിയിൽ ഈ സംഘടനയെ ചലിപ്പിച്ചത് അദ്ദേഹമാണ്. ഇവിടുന്ന് പോകുന്ന എല്ലാ ഉസ്താദുമാർക്കും ആവശ്യമാകുന്ന സൗകര്യം ചെയ്തു കൊടുക്കുകയും സംഘടന എന്തെന്ന് പറയുന്നവോ അത് മറുവാക്കില്ലാതെ തൽക്ഷണം അത് സ്വീകരിച്ച് അത് സംഘടനയുടെ ഭാഗതയം നിർവഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട കാളാബ് ഉസ്താദ് ഇന്ന് നാട്ടിൽ വിശ്രമത്തിലാണ്, അല്ല നാട്ടിൽ സംഘടനയിൽ ശ്രമത്തിലാണ്. അദ്ദേഹം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അദ്ദേഹം ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. യാത്രയുടെ സഹയാത്രികൻ എന്ന അദ്ദേഹമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ SK അംസ ഹാജി, അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഉസ്താദിന്റെ കൂടെ എപ്പോഴും യാത്രയിൽ തുടക്കം മുതലേ ഇന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ് അവസാനം വരെ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആദ്യ കുട്ടിയും സന്താനത്ത് ജാഥയുടെ മറ്റൊരംഗമാണ്. ഈ ജാഥയെ എല്ലാ വിധത്തിലും എല്ലാ സ്ഥലത്തും അദ്ദേഹം ഈ യാത്രയുടെ കൂടെ അനുഗമിച്ചിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദിന് ആവശ്യമായ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ കടമേക്കാരനായ ഇബ്രാഹിം ഹാജി, അദ്ദേഹം ദുബൈയിലെ ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷേ സംഘടനയെ ദുബൈയിലും ഇവിടെയൊക്കെ ചലിപ്പിക്കുന്ന നിർണായക പങ്കുവഹിക്കുന്നു. ഉസ്താദിന്റെ കൂടെ എപ്പോഴും ഒരു നേരലായി അദ്ദേഹം തുടരുന്നു. അള്ളാഹു അദ്ദേഹത്തിനും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. പ്രിയങ്കരനായ നമ്മുടെ യാത്രയുടെ കോർഡിനേറ്റർ, ഇതിന്റെ തുടക്കവും ഇതിന്റെ എല്ലാം ഓരോ പോയിന്റ്സും അതാത് സമയത്ത് മനസ്സിലാക്കി ഓരോ പ്രവർത്തകന്റെയും കാര്യങ്ങളൊക്കെ നിർണ്ണയിച്ചുകൊണ്ടിരിക്കുന്ന, ഓരോ റൂട്ടിലും ആർക്കെപ്പോൾ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജമീഅത്തുൽ മുഅല്ലിമിന്റെ സെക്രട്ടറി കൂടിയായ കൊടുക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ യാത്രയുടെ കോർഡിനേറ്ററാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട ഈ യാത്രയുടെ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബരീദ് റഹ്മാനി തുടങ്ങിയ ഒരുപാട് നമ്മുടെ യാത്രയിൽ ബഹുമാനപ്പെട്ട അമീർ വൈസി, അദ്ദേഹത്തിന്റെ ചില മാതാവിന് അസുഖമായതുകൊണ്ട് ഇടക്കൊന്ന് മാറി എന്നേ ഉള്ളൂ. അദ്ദേഹം ഈ യാത്രയുടെ എല്ലാ രംഗത്തും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ മാതാവിന്റെ രോഗം ശിഫിയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തേണ്ടതാണ്. നമ്മൾ ഉദ്ദേശിക്കാൻ സമയമില്ലാതെ കൂടി ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. നമ്മുടെ ഉസ്താദുമാരെല്ലാവരുമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സുമാക്കിയിട്ട് നൽകട്ടെ. സ്വാഗത പ്രസംഗത്തിൽ മറ്റു എല്ലാവരും പറയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒറ്റ കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഒരു ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഈ യാത്രയുടെ ചെലവും ഇതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. നന്നായി നിങ്ങൾ ഇതിനെ സഹായിക്കണം. അള്ളാഹു നമ്മുടെ സംഭാവന സദഖകൾ സ്വീകരിക്കുമാറാവട്ടെ. സാറുമാരൊക്കെ ദുആ ചെയ്യും. SKSFന്റെ മനുഷ്യജാലിക കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ 2 സ്ഥലത്താണ്. ഒന്ന് മോങ്ങത്തും വൈലത്തൂരും. 2 മനുഷ്യജാലികയും മലപ്പുറം ജില്ലയുടേത് വിജയിപ്പിക്കണം. ഈ വരുന്ന ജനുവരി മാസം 26-ാം തീയതി റിപ്പബ്ലിക് ദിനത്തിൽ വൈകുന്നേരം 4 മണിക്ക് വളരെ ചിട്ടയോടുകൂടി നടത്തുന്ന, രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും സംഘടനക്കും ആവശ്യമായ ഒരു സംഗതിയാണ് നമ്മൾ നടത്തുന്ന മനുഷ്യജാലിക. എല്ലാവരും അതിൽ പങ്കെടുക്കണം. മൂന്നാമതൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമ്മുടെ ഇവിടെ പറഞ്ഞിട്ട് 2 പതിറ്റാണ്ട് പൂർത്തിയാവുകയാണ്. 20 കൊല്ലം. അന്ന് ശംസുൽ ഉലമ എടുത്ത നിലപാടുകൾ ഇന്ന് ചില ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കും. അദ്ദേഹം പൊതുസമൂഹത്തിൽ എങ്ങനെയായിരിക്കണം മുസ്ലിമും, രാജ്യത്തിന്റെ ശരീഅത്ത് വിവാദ കാലഘട്ടത്തിൽ മുസ്ലിമുകൾ ഏത് നിലപാട് സ്വീകരിച്ചു എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. മിഷണറി പ്രവർത്തനം, മഞ്ചേരിയിലെ പ്രസംഗമാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ ഒരുപാട് ധന്യനാക്കിയത്. അദ്ദേഹം മഹാനബിയുടെ നിലപാടാണ് മഞ്ചേരിയെ ഇന്നും അഭിമാനപൂരിതമായി സുന്നത്ത് ജമാഅത്തിന്റെ ഈറ്റില്ലമാക്കിയത്. അതിന്റെ ശില്പി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയാണ്. മിഷണറി പ്രവർത്തനത്തെ എങ്ങനെ പ്രതിരോധിക്കാം, ബിദഈ സംഘടനകളെ എങ്ങനെ പ്രതിരോധിക്കാം, വിഘടിത സംഘടനകളെ എങ്ങനെ പ്രതിരോധിക്കാം, നൂലാമാലകൾ ചുറ്റിക്കിടക്കുന്ന ഇവിടുത്തെ ഇസ്ലാമികമല്ലാത്ത ത്വരീഖത്തുകളെ എങ്ങനെ തൂത്തെറിയാം തുടങ്ങി ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ, മതേതര കേരള ഇന്ത്യയിൽ എങ്ങനെ എന്നൊക്കെ തുടങ്ങി ലോക മുസ്ലിമുകളുടെ ചലനങ്ങൾ എങ്ങനെ എന്നെല്ലാം തുടങ്ങി ശംസുൽ ഉലമയുടെ കാഴ്ചപ്പാട് 10 പ്രബന്ധങ്ങളായി ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ശംസുൽ ഉലമയുടെ ലോകം
എന്ന ടോപ്പിക്കിൽ ഒരു അന്താരാഷ്ട്ര സെമിനാർ ഈ വരുന്ന 30-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയായി കോഴിക്കോട് ടാഗോർ സെന്ററിൽ ഹാളിൽ നടക്കുകയാണ്. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളൊക്കെ ഇവിടെ വന്നു അതിൽ പങ്കുവഹിച്ച് ആദ്യം മുതൽ അവസാനം വരെ സെമിനാർ ശ്രദ്ധിക്കണം. പഠനാർഹമായിരിക്കുന്ന ക്ലാസുകൾ സാംസ്കാരിക നേതാക്കന്മാർ അമുസ്ലിമീങ്ങളായ ചില വ്യക്തികൾ കൂടി ശംസുലമയെ വിലയിരുത്തുന്ന വീഡിയോ നിങ്ങളതിൽ പങ്കെടുക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിക്കായ വളണ്ടിയർമാർ അവർക്കുള്ള ഭക്ഷണം തയ്യാറായിട്ടുണ്ട്. അത് അവർ ബന്ധപ്പെട്ട സ്ഥലത്ത് ചെന്നുകൊണ്ട് അത് കഴിക്കണം. അതിന്റെ ലീഡറെ ബന്ധപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഔദ്യോഗിക ചടങ്ങുണ്ട്, എല്ലാം കഴിഞ്ഞു. ഒരു സമാപന വേദി അതുകൊണ്ട് സ്വാഗതം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വേദിയിൽ സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജാഥ ഉപനായകനായ വയ്യോടി പി ഉമർ മുസ്ലിയാർ അവരുകളെ സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. അഭിവന്ദരായ ജാഥാ നായകനും നമ്മളെല്ലാവരുടെയും ഉസ്താദും നേതാവുമായ ബഹുമാനപ്പെട്ട കൂട്ടുമൽ ഉസ്താദ് അവറുകളെ, ഈ മഹത്തായ ജാഥയിൽ സംബന്ധിച്ചിരിക്കുന്ന അഭിവന്ദരായ സമസ്തയുടെ ഉലമാക്കളെ, ഉമറാക്കളെ, വളരെ വൈകിയും സമസ്തയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന അഭിവന്ദരായ സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളും പ്രവർത്തകരും സഹപ്രവർത്തകരുമായ സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90-ാം വാർഷികത്തിലേക്ക് നിങ്ങളെ ഏവരെയും അതിന്റെ ജനറൽ കൺവീനറായ സമസ്തയുടെ പ്രമുഖ നേതാവായ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് അവറുകൾ നേരിൽ കണ്ടു ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഈ സന്ദേശയാത്ര ഇവിടെ എത്തിയിരിക്കുന്നത്. ആ സമ്മേളനത്തിൽ സംബന്ധിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഇസ്ലാമിന് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സേവനമാണെന്ന് നാം ആദ്യമേ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധ പുണ്യഭൂമിയായ അറഫയിൽ ജനലക്ഷങ്ങൾ സംബന്ധിക്കുകയും അവിടെ എത്തിപ്പെടാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ആ പുണ്യസ്ഥലത്ത് ചെന്നുകൊണ്ട് അള്ളാഹുവിനോട് കരളഴുകി പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറഫ കഴിഞ്ഞാൽ ഒരു മഹാമുസ്ലിം ജനലക്ഷങ്ങൾ സംഗമിക്കുന്ന ഒരു മഹത്തായ സദസ്സാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ സമ്മേളന സദസ്സ് എന്ന് ലോകം തിരിച്ചറിഞ്ഞതാണ്, അത് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 85-ാം വാർഷികത്തിൽ എല്ലാ പത്രങ്ങളും ഇവിടെയുള്ള സർവ്വ മാധ്യമങ്ങളും ഇവിടെയുള്ള സർവ്വ കണക്കുകൂട്ടലുകൾ നടത്തുന്ന എല്ലാവരുടെയും വാക്കുകൾ സമസ്തയുടെ സമ്മേളനം പോലൊരു സമ്മേളനം നടത്താൻ ഇവിടെ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് അവർ തുറന്നെഴുതി ആ സത്യാവസ്ഥ ലോകത്തോട് തിരിച്ചു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സദസ്സിലേക്ക് സംബന്ധിക്കാൻ നമുക്ക് ജീവിതത്തിൽ ഒരു സൗഭാഗ്യം കിട്ടുക എന്നത് നമ്മുടെ ഒരു വലിയ അനുഗ്രഹമായതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും കഴിയുന്നവരെല്ലാം തന്നെ ആ സദസ്സിൽ സംബന്ധിക്കാൻ തയ്യാറാവേണമെന്ന് ആമുഖമായി ഞാൻ പറയുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടേറെ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമ്മേളനങ്ങളെല്ലാം തന്നെ വിശുദ്ധ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സമസ്തയുടെ 60-ാം വാർഷികവും 70-ാം വാർഷികവും നടക്കുന്ന അവസരത്തിൽ ഇവിടെ കത്തി നിൽക്കുന്ന ഒരു വിഷയമായിരുന്നു ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം ശരീഅത്ത് സംബന്ധിച്ചുള്ള ഒരു വലിയ വിവാദം. ആ വിവാദം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് 60-ാം വാർഷികവും 70-ാം വാർഷികവും കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടന്നത്. ആ സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട്
മഹാനായ ശംസുൽ ഉലമ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കളോടും ഈ രാജ്യത്തുള്ള സർവ്വ നേതാക്കളോടും തുറന്നു പറയുകയുണ്ടായി, ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്ക് ഒരു ശരീഅത്ത് നിയമം അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. ആ ശരീഅത്ത് നിയമം മാറ്റിമറിച്ചുകൊണ്ട് ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള കരുനീക്കങ്ങൾ പല ഭാഗത്തിൽ നിന്നും നടക്കുന്നതായിട്ട് ഞങ്ങൾക്കറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തീർത്തു പറയുകയാണ്, ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷമുള്ളത് സമസ്തയുടെ പിന്നിലാണ്. സമസ്തയുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്ന ഈ മഹാഭൂരിപക്ഷത്തിനെ അവഗണിച്ചുകൊണ്ട്, അവരെ കണക്കിലെടുക്കാതെ കണ്ട് ഈ മുസ്ലിം ശരീഅത്ത് നിയമത്തിന് എന്തെങ്കിലും കൈകടത്തൽ നടത്തിയാൽ ഞങ്ങൾ നിങ്ങളെ കണക്കിലെടുത്ത് കളയും എന്ന് മഹാനായ ശംസുൽ ഉലമയുടെ ആ ഗംഭീരമായ പ്രഖ്യാപനമാണ് അങ്ങനെ പാർലമെന്റിന്റെ 4 ചുമരിന്റെ ഉള്ളിൽ ശക്തമായത് ആഞ്ഞടിക്കുകയും ഇവിടെയുള്ള മുസ്ലിം ശരീഅത്തിനെ സംരക്ഷിക്കാനുള്ള ബില്ല് കൊണ്ടുവരാൻ ഒരുപക്ഷെ പ്രേരണയായത് മഹാനായ ശംസുൽ ഉലമയുടെ ഈ ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആ പ്രഖ്യാപനമാണ് എന്നതാണ് വ്യക്തമായ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇസ്ലാമിക മുസ്ലിം ശരീഅത്ത് നിയമം ഇന്നത്തെ തീയതി വരെ ഇവിടെ നിലനിർത്തി കിട്ടാൻ സാധിച്ചത് ആ സമ്മേളനത്തിന്റെ നേട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം 85-ാം വാർഷികം നടത്തി. അതിനുശേഷം ഇവിടെ 90-ാം വാർഷികം നടക്കുകയാണ്. ഈ 90-ാം വാർഷികത്തിൽ നമ്മുടെ ഈ സമ്മേളനത്തെ ലോകം ഉറ്റുനോക്കുകയാണ്. ലോകം ഉറ്റുനോക്കാനുള്ള കാരണം ഇന്ന് നിങ്ങളോടൊക്കെ പത്രത്തിൽ കണ്ടിരിക്കും, ചില തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും അഴിഞ്ഞാട്ടത്തെ സംബന്ധിച്ച് നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും. അതുപോലെ കഴിഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ ഇത്തരം ദുഃഖവാർത്തകൾ മുസ്ലിം സമുദായത്തിനെ ലജ്ജിപ്പിക്കുന്ന, ഇസ്ലാമിനെ തരം താഴ്ത്തുന്ന വിധത്തിലുള്ള ചില വാർത്തകൾ ചിലപ്പോൾ നാം ദർശിച്ചെന്നു വരും. പ്രിയപ്പെട്ടവരെ, ഈ സമൂഹം ഇസ്ലാമിനെതിരെ ചെയ്യുന്ന ചില നീക്കങ്ങളാണ്. ഒരുപക്ഷേ ഈ നീക്കങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെ മെനഞ്ഞുണ്ടാക്കുന്ന ചില ഗൂഢ നീക്കങ്ങളാണ് എന്ന് നേരത്തെ മഹാനായ നമ്മുടെ ജാഥാ നായകൻ ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് കൃത്യമായി അതിനെ സംബന്ധിച്ച് വിലയിരുത്തി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മൊത്തത്തിൽ മുസ്ലിം സമുദായത്തെ ഭീകരവാദികളായി കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ടല്ലേ ഒരുപക്ഷെ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലേക്ക് ഒരൊറ്റ മുസ്ലിമിനെ കടത്തരുതെന്നും അമേരിക്കയിലുള്ള മുസ്ലിങ്ങളെ മുഴുവനും പുറത്താക്കണമെന്ന് വരെ പറയാൻ ഒരുപക്ഷെ പ്രേരകമായത് ഇത്തരം സംഗതികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിനെ കാണിച്ചു കൊടുക്കേണ്ടുന്നത് ഇവിടെ ഒരു മഹാഭൂരിപക്ഷം ആദർശ ശുദ്ധിയോടുകൂടി വിശുദ്ധ ഇസ്ലാമിന്റെ തനതായ പ്രഖ്യാപനങ്ങൾ നടപ്പിൽ വരുത്തുക വഴി സമാധാനത്തിന്റെ വക്താക്കളായി ഇസ്ലാം എന്ന അർത്ഥത്തിന്റെ പൂർണ്ണാർത്ഥത്തിൽ ജീവിക്കുന്ന 1 ലക്ഷങ്ങളല്ല, 10 അല്ല, 25 ലക്ഷങ്ങൾ ഇതാ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഈ മഹാഭൂരിപക്ഷത്തിന്റെ വിശ്വാസം തികച്ചും വിശുദ്ധമാണ്, അവരുടെ ആദർശം തികച്ചും വിശുദ്ധമാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു മഹാസംഗമമായി നമ്മുടെ സമ്മേളനം മാറുമ്പോൾ വിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അവസരം കിട്ടുന്നുണ്ട് എങ്കിൽ ആ അവസരം തന്നെ നമ്മുടെ ദീനിന് വേണ്ടി നാം ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന നമുക്കെല്ലാവർക്കും അല്ലാഹുവിങ്കിൽ നിന്ന് ഒട്ടേറെ പ്രതിഫലങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന ആദർശ വിശുദ്ധിയുടെ 90 വർഷം എന്ന് പറയുന്ന ഈ പ്രമേയത്തിൽ ഊന്നിക്കൊണ്ട് ഇന്ന് സമൂഹത്തിനെ നേരിടാൻ ആത്മധൈര്യത്തോടുകൂടി ഒരു വിധത്തിലും ഒരു
ഒരു വിധത്തിലുള്ള സംശയവുമില്ലാതെ മനസ്സാക്ഷി കുത്ത് ഒന്നുമില്ലാതെ തികഞ്ഞ ധൈര്യത്തോടുകൂടി അഭിമാനത്തോടുകൂടി അതിനപ്പുറം അല്ലാഹുവിന്റെ ഏറ്റവും വലിയ തൗഫീഖോടുകൂടി ഈ രാജ്യത്ത് ആദർശശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണെന്ന് ശക്തമായി പറയാൻ ഇവിടെ ധൈര്യമുള്ളവർ ബഹുമാനപ്പെട്ട സമസ്ത മാത്രമാണ്. മറ്റാർക്കാണ് ധൈര്യമുള്ളവർക്ക് പറഞ്ഞു നോക്കട്ടെ. അവിടെയാണ് നമുക്കൊന്ന് കാണേണ്ടത്. ഇവിടെ സുന്നത്ത് ജമാഅത്ത് പ്രസംഗിക്കുന്നവരുണ്ടല്ലോ, അവർ പറയട്ടെ ഞങ്ങൾക്ക് ആദർശശുദ്ധിയുണ്ടെന്ന് പറയട്ടെ. പറയുമ്പോൾ നമുക്ക് കാണാം അവരുടെ ആദർശശുദ്ധി എത്രമാത്രമുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുകയും ചെയ്യാം. ഞാൻ ദീർഘിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ തീർത്തു പറയട്ടെ. ഇവിടെയുള്ള ജമാഅത്തുകാരനായിരുന്നാലും ഇവിടെയുള്ള മുജാഹിദായാലും ഇവിടെയുള്ള തബ്ലീഗായിരുന്നാലും അതിനേക്കാൾ ഉപരി ഇവിടുത്തെ ഖാദിയാനികളായിരുന്നാലും അവരൊക്കെ അല്ലാഹുവിനെ പറയുന്നുണ്ടെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർക്കൊന്നും ആദർശ ശുദ്ധിയില്ല. എല്ലാവരിലും ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. ആ വ്യതിയാനത്തോടുകൂടി കുഫറിലേക്ക് പോയവരുണ്ട്, ആ വ്യതിയാനത്തോടുകൂടി ബിദ്അത്തിലേക്ക് പോയവരുണ്ട്. ആ വ്യതിയാനത്തിനോട് സുന്നത്ത് ജമാഅത്തിന് കളങ്കം ചാർത്തിയവർ തന്നെ ഉണ്ട് എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയുന്നതാണ്. ഇവിടെ പരിശോധിച്ചു നോക്കിയാൽ ആദർശമില്ലാത്തവരെ സർവ്വതും പരിശോധിച്ചു നോക്കിയാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യതിയാനമാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഖാദിയാനികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നാണ് പഴയങ്ങാടി പള്ളിയിൽ നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കിയാൽ കാണാം. എനിക്ക് അവിടെയാണ് അറിയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് തന്നെയാണ് അവരെഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖതമുൻ നുബുവത്തിനെ അവർ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് അവർ പുറത്തു പോകുന്നു. ഇസ്ലാമിന്റെ ആ ലേബിളിൽ നിന്ന് അവർ പുറത്തായിരിക്കുന്നു. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തരം താഴ്ത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരിക്കേണ്ടുന്ന ആ ഖതമുൻ നുബുവത്ത് എന്ന് പറയുന്ന ആ മഹത്തരമേറിയ ആ സ്ഥാനത്തെ അവർ തള്ളിപ്പറഞ്ഞു. ഇതാണ് ഖാദിയാനികൾ കാഫറായത് എന്ന് നാം പറയുന്നത്. ഇവിടെയുള്ള ബിദ്അത്തുകാരായ മുജാഹിദുകൾക്കും ജമാഅത്തുകാർക്കും വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപജയം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള പോലെയുള്ള അമ്പിയാക്കന്മാർക്ക് ഇസ്മത്തുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായം വിശ്വസിക്കുന്നത്. അതാണ് യഥാർത്ഥ വിശ്വാസം. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ തുഹഫയിൽ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. والرسل من البشر أكمل معاصريه خلقا وعقلا وفطنة وقوة رأي معصوم അല്ലാഹുവിന്റെ പ്രവാചകന്മാർ പാപസുരക്ഷിതരാണ്. വലോ സഗീറൻ ചെറുദോഷമായാലും ശരി, വലോ സഹുവൻ മറന്നുകൊണ്ടായാലും ശരി, ഖബലൻ നുബുവത്തി നുബുവത്തിന്റെ മുമ്പായാലും ശരി, അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് ഇസ്മത്തുണ്ട് എന്നതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസമെങ്കിൽ ഈ ഇസ്മത്തിനെ ചോദ്യം ചെയ്തവരാണ് ഇവിടെയുള്ള മുജാഹിദുകളും ജമാഅത്തുകാരും അതുപോലെയുള്ള മുഅ്തദിഈങ്ങളെങ്കിൽ അവർക്കും പറ്റിയിരിക്കുന്ന അപജയം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തരം താഴ്ത്തി എന്നത് തന്നെയാണ് അവർക്ക് വന്നിരിക്കുന്ന അപജയവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദനയോടെ ദുഃഖത്തോടുകൂടെ പറയട്ടെ, ഇവിടെ സുന്നത്ത് ജമാഅത്ത് പറയുന്നവരുണ്ടല്ലോ, അവർക്ക് വന്നിരിക്കുന്ന അപജയം നിങ്ങളൊക്കെ അറിഞ്ഞതാണല്ലോ, നിങ്ങളൊക്കെ കേട്ടതാണല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്മൽ മുആസിരീഹി ഖൽഖൻ എന്ന് മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് കൃത്യമായി പറയുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരവും ശരീരത്തിന്റെ ഭാഗങ്ങളും അതിന്റെ പരിപൂർണതയോടുകൂടി സൂക്ഷിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ നമ്മെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്.
കഴിഞ്ഞകാല സലഫു സ്വാലിഹീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സൂക്ഷിച്ചവരായിരിക്കെ തന്നെ അതിന് കൃത്യമായ സനദും അവർ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ഇത് സംബന്ധമായ ഒരു ഹദീസിൽ ബഹുമാനപ്പെട്ട ഇമാം ഖസ്തലാനി കൃത്യമായി അതിന് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. ഞാൻ ഞെട്ടിപ്പറിച്ച് പറയുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണാർത്ഥത്തിൽ ബഹുമാനത്തോടുകൂടി വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരഭാഗങ്ങൾക്കുണ്ടായിരുന്ന ആ മഹത്തായ പദവിയെ, ബഹുമാനത്തെ ഇത്തരം രൂപത്തിൽ അതിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഞങ്ങൾ പറയുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് മുഇസ്സത്തുണ്ട്. ആ മുഇസ്സത്ത് ഹയാത്ത് കാലത്തുമുണ്ട്, അതിന്റെ ശേഷം തന്നെ വഫാത്തിന് ശേഷവുമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ പറയുന്നു. സുന്നത്ത് ജമാഅത്ത് പറയുന്നു. ചില ലാഭത്തിന് വേണ്ടി, ചില തട്ടിപ്പിന് വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഇസ്സത്ത് പോലും നീന്തത്തിയായി പോകും, മുറിഞ്ഞു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ബിദ്അത്തുകാർക്ക് കോണി വെച്ചു കൊടുക്കുകയും ബിദ്അത്തുകാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാവാതെ നടത്തം തിരിയേണ്ടി വരികയും ചെയ്ത ഈ ദുരന്തം എന്തുകൊണ്ട് സംഭവിച്ചു? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേണ്ട വിധത്തിൽ ആദരിക്കാത്തതിന്റെ ദുരന്തഫലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇവിടെ ആദർശം കൃത്യമായി സൂക്ഷിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു ഫത്വയെയോ അല്ലെങ്കിൽ ഒരു മറുപടിയെയോ ഇതുവരെ ചോദ്യം ചെയ്യാൻ സാധിക്കാതിരുന്നത്. ഇവിടെ പലരും ചോദ്യം ചെയ്യാൻ നോക്കിയിരുന്നു. റാബിത്തുൽ ആലമുൽ ഇസ്ലാമി വരെ സമസ്തയുടെ ഒരു ഫത്വയെ സംബന്ധിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവരോട് കൃത്യമായി ചോദ്യം ചോദിക്കുകയും മറുപടി പറയാൻ തയ്യാറാവാതെ അവരെ കൈമലർത്തുകയും ചെയ്ത സംഭവങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ കാലത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ധൈര്യത്തോടുകൂടി, ആത്മധൈര്യത്തോടുകൂടി, അഭിമാനത്തോടുകൂടി, അതിലേറെ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ആ തൗഫീഖിനെ ശുക്ർ ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഇവിടെ ആദർശം കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ധൈര്യപൂർവ്വം പറയാൻ ഇവിടെ സമസ്തക്ക് മാത്രമേ സാധ്യമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിനോട് ആദർശ ശുദ്ധിയുടെ 90 വർഷം എന്ന് ബഹുമാനപ്പെട്ട സമസ്ത പറയുന്നത്. ആ ശുദ്ധമായ ആദർശത്തോടുകൂടി തന്നെ ജീവിച്ച് മരിക്കലാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി സമസ്തയോടൊപ്പം നിങ്ങൾ നിൽക്കണം. സമസ്തയുടെ കൃത്യമായ ആദർശങ്ങളെ, പ്രസ്ഥാനത്തിന്റെ നിയമങ്ങളെ നിങ്ങൾ അനുസരിച്ചുകൊണ്ട് വ്യക്തമായ ആ ഹിദായത്തിന്റെ, ആ ആദർശത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ നിങ്ങൾ സമസ്തയോടൊപ്പം നിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട സമസ്ത പറയുന്നത്. അതിനാണ് ഈ രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം സമൂഹവും ഇവിടെ തയ്യാറായി നിൽക്കുന്നത്. പാതിരാ സമയത്ത് വരെ ഒരു സന്ദേശയാത്ര അഥവാ ഒരു പ്രചരണ യാത്രയ്ക്ക് പോലും ഈ മഹാപുരുഷാരം ചടിച്ചുകൂടുകയും അങ്ങനെ ഈ സമസ്തയെ രണ്ട് കൈയും നീട്ടി നെഞ്ചിലേറ്റിക്കൊണ്ട് സ്വീകരിക്കാൻ ഇവിടെ തയ്യാറായി നിൽക്കുന്നത്. ഇവിടെ ആദർശം യഥാർത്ഥത്തിൽ കാത്തു സൂക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. ആ സമസ്തയുടെ പിന്നിലാണ് അടിയുറച്ചു നിൽക്കേണ്ടത് എന്ന നിങ്ങളുടെ തിരിച്ചറിവാണ് ഈ പുരുഷാരത്തെ ഇവിടെ കാണുന്നത്. ഞാൻ നീട്ടുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇത്തരം സദസ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ബഹുമാനപ്പെട്ട സാദാത്തുക്കളുടെ, ആലിമീങ്ങളുടെ ആ പ്രാർത്ഥനയാണ് നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ലക്ഷങ്ങൾ സംബന്ധിക്കുന്ന ആ മഹാസംഗമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആരിഫീങ്ങൾ, ഔലിയാക്കൾ, സാദാത്തീങ്ങൾ, സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ സംബന്ധിക്കുന്ന ആ ദുആയിൽ ആമീൻ പറയാൻ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യവും നാം ഉപയോഗപ്പെടുത്തുമെന്നുള്ള പരിപൂർണമായ വിശ്വാസം ബഹുമാനപ്പെട്ട ജാഥാനായകനെ പോലെയുള്ള മഹാന്മാർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകൂടി നേരിൽ കണ്ടുകൊണ്ട് ക്ഷണിക്കാനും അതോടൊപ്പം തന്നെ നിങ്ങളോടെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനും നമ്മുടെ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് പോലെയുള്ളവർ സുഖമില്ലാതെ വീട്ടിലും ആശുപത്രിയിലുമായി കിടക്കുകയാണ്. അവരുടെ ആനക്കര കോയക്കോട്ടി
ആലക്കര കോയക്കുട്ടി മുസ്ലിയാർ, ഇനി കാളമ്പാടി ഉസ്താദാണെങ്കിൽ അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ഇങ്ങനെയുള്ള മഹാന്മാർക്ക് വേണ്ടിയെല്ലാം നമുക്ക് ദുആ ചെയ്യാം. ആ ദുആ അല്ലാഹു സ്വീകരിക്കും. അർഹമുർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് അവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങളും അല്ലാഹു പൂർണ്ണാർത്ഥത്തിൽ ശിഫയാക്കി തരുമാറാവട്ടെ. നമ്മുടെ കഴിഞ്ഞുപോയ മഹാന്മാരായ ആ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് തുടങ്ങിയ ഒട്ടേറെ നേതാക്കൾ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. ആ മഹാന്മാർക്കെല്ലാം അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോടെല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.